പത്തനംതിട്ട തെക്കൻകൂറിൻ്റെ ഭാഗമാണ്. തെക്കൻകൂർ ഞാൻ പറഞ്ഞല്ലോ, തിരുവല്ല, പത്തനംതിട്ട, ശബരിമല ഇതെല്ലാം കൂടെ ചേർന്ന് വരുന്ന ഒരു 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 പ്രവിശ്യയാണ് പിന്നെ പത്തനംതിട്ട. ഈ ഭാഗം അപ്പോൾ ഈ പണ്ട് രാജാക്കന്മാരുടെ ഭരണ പിന്നെ കൈകൾ എല്ലായിടത്തും എത്തുകയില്ല. കാരണം ഇന്നത്തെ പോലെ കമ്മ്യൂണിക്കേഷൻ ഇല്ല, പിന്നെ റോഡുകളില്ല, ടെലിഫോണില്ല, മറ്റ് സംവിധാനങ്ങളൊന്നുമില്ല. അതുകൊണ്ട് തന്നെ ഓരോയിടത്തും ഓരോ ഫ്യൂഡൽ പ്രഭുവിനെ വെച്ചവർ ഭരിച്ചിരുന്നു. അതിൽ പിന്നെ ഫ്യൂഡൽ പ്രഭുക്കന്മാർക്ക് പലയിടത്തും ഇപ്പോൾ തിരുവിതാംകൂറിലൊക്കെ പിള്ളമാരെന്നാണ് പറഞ്ഞത്, ചിലയിടത്ത് തമ്പാന്മാരെന്ന് പറയും. ഈ തെക്കൻകൂറിലൊക്കെ തമ്പാന്മാർ എന്നൊക്കെയാണ്. ഈ ശബരിമലയൊക്കെ കൈപ്പുഴ തമ്പാന്മാരുടെ കീഴിലൊക്കെ ആയിരുന്നു. അത് കൈപ്പുഴ കൊട്ടാരമൊക്കെ ഇപ്പോഴും ഉണ്ട്. അങ്ങനെ പല തമ്പാന്മാരുടെയും ഭരണത്തിന് കീഴിലിരുന്ന പ്രദേശങ്ങളിലൊന്നാണ് ഈ പത്തനംതിട്ട വരുന്ന ഭാഗങ്ങൾ. പത്തനംതിട്ട ജില്ല തന്നെ വളരെ പിന്നീട് രൂപപ്പെട്ടതാണല്ലോ. ശരിക്കും പറഞ്ഞാൽ അത് പത്തനംതിട്ട പലയിടത്തുനിന്നായി ഉണ്ടാക്കിയെടുത്ത ഒരു ജില്ലയാണ്. പിന്നെ തമിഴ് സെറ്റിൽമെൻറ്റ് അതിശക്തമാണ്. അവിടുത്തെ ഒരു വലിയ പ്രത്യേകത എന്ന് പറയുന്നത് ഈ നന്നങ്ങാടികൾ, ശവമടക്ക് കലങ്ങൾ നിരവധി കണ്ടെത്തിയിട്ടുണ്ട്. അവിടെ കല്ലറകൾ, പല കുന്നിൻ ചെരുവുകളിലും കല്ലറകൾ ധാരാളം കണ്ടെത്തിയിട്ടുണ്ട്. ഈ അടുത്ത കാലത്തെ ഒരു ക്ഷേത്രത്തിൻ്റെ നിലവറ, പിന്നെ പ്രാകൃതമായ, അതായത് വൃത്തിയായി പണി ചെയ്യാത്ത, അതായത് ആധുനിക സാങ്കേതിക വിദ്യയൊന്നും ഉപയോഗിക്കാതെ ചെയ്ത കല്ലുകൊണ്ട് പടുത്ത ഒരു കല്ലറയുടെ മുകളിലാണ് ഒരു ക്ഷേത്രം അതിൻ്റെ ഇതൊക്കെ പണി ചെയ്തിരിക്കുന്നത്. ഈ അടുത്ത കാലത്തത് കണ്ടെത്തുകയും അവിടെ നിന്ന് കുറേ പാത്രങ്ങളൊക്കെ കണ്ടെത്തുകയും ചെയ്തതായിട്ട് പത്രത്തിൽ ഒരു വാർത്ത വന്നിരുന്നു. നല്ല ശക്തമായ തമിഴ് സെറ്റിൽമെൻറ്റുള്ളൊരു പ്രദേശമാണ്. അതിനകത്ത് തമിഴ് തട്ടാന്മാർ, വെള്ളാളർ, ചെട്ടിമാർ, വാണിയന്മാർ തുടങ്ങിയ തമിഴ് ജാതികളുടെ ശക്തമായൊരു സ്വാധീനം ഇന്നും ഈ പത്തനംതിട്ട ഈ ഭാഗങ്ങളിൽ ഉണ്ട്. അവിടെയാണ് നമ്മൾ ശബരിമലയുമായി ബന്ധപ്പെടേണ്ടത്. ശബരിമല കൃത്യമായും ഒരു ട്രേഡ് റൂട്ടായിരുന്നു. അത് പറയുമ്പോൾ പലർക്കും അതിശയം തോന്നാം. അതായത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ പോർച്ചുഗീസുകാരുടെ വരുന്നതിന് മുമ്പ് കച്ചവടം നടന്നത് രണ്ട് രീതിയിലാണ്. ഒന്ന്, മലവഴി നടന്നിരുന്ന തമിഴ് പാണ്ഡ്യ വണുക്കുകൾ നടത്തിയിരുന്ന കച്ചവടവും, രണ്ടാമത് കടൽ വഴി അറബി മുസ്ലിം വിഭാഗങ്ങൾ നടത്തിയിരുന്ന കച്ചവടവും. പാണ്ഡ്യ വണുക്കുകൾ കേരളത്തിലേക്ക് വരാൻ 21 വഴികൾ ഉള്ളതായി നമ്മുടെ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റ് സർവേയിലുണ്ട്. അതായത് 2018 ഡിസംബറിൽ അവർ പ്രസിദ്ധീകരിച്ച ഒരു ലഘുലേഖയിൽ അത് പറയുന്നുണ്ട്. 21 വഴികൾ. അതിലൊരു വഴി ശബരിമല. ഈ ശബരിമലയിൽ നിന്ന് അവരിറങ്ങി വരുന്നത് എരുമേലിപ്പേട്ടയിലേക്കാണ്, എരുമേലിയിലേക്കല്ല. പേട്ട എന്ന് പറഞ്ഞാൽ മാർക്കറ്റ് എന്നർത്ഥം. എരുമേലിപ്പേട്ടയിൽ ആണ് വരുന്നത്. ഇതൊക്കെ ഈ പത്തനംതിട്ടയുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന സ്ഥലങ്ങളാണ്. എരുമേലിപ്പേട്ട, ഈരാറ്റുപേട്ട തുടങ്ങി. അപ്പോൾ എരുമേലിപ്പേട്ടയുടെ പ്രാധാന്യം കുറഞ്ഞതിന് ശേഷമാണ് അവർ പിന്നെ ഈരാറ്റുപേട്ട രൂപപ്പെടുത്തിയെടുക്കുന്നത്. ഇവിടത്തേക്കാണ് 2 പേട്ടതുള്ളലുകൾ വരുന്നത്. ഒന്ന് ആലപ്പുഴയിൽ നിന്ന് വരുന്നതും ഒന്ന് ആലങ്ങാട്ട് നിന്ന് വരുന്നത്. 2 പേരും പേട്ടതുള്ളി എത്തുന്നതും ഒരേ സ്ഥലമാണ്. ഇവിടെ നമ്മൾ ഇത് ഞാനിപ്പോൾ സൂചിപ്പിക്കുന്നതിന് കാരണം ഈ പത്തനംതിട്ടയിൽ കാണുന്ന ഇതേ തമിഴ് ജാതികളെ നമ്മൾ ശബരിമലയിൽ, എരുമേലിയിൽ ഈ ഭാഗത്തൊക്കെ കാണാൻ പറ്റും. തമിഴ് ഗ്രൂപ്പുകളെ, തമിഴ് സെറ്റിൽമെൻറ്റുകളെ, തമിഴ് ബ്രാഹ്മണർ, വെള്ളാളർ, ചെട്ടിമാർ തുടങ്ങിയ ആളുകളെയൊക്കെ നമുക്ക് ഈ അമ്പലപ്പുഴ നമുക്കിത് കാണാൻ പറ്റും. ആലങ്ങാട്ട് കാണാൻ പറ്റും. ഈ പിന്നെ ശബരിമല ആ ഭാഗത്ത് കാണാൻ പറ്റും. പത്തനംതിട്ടയിൽ കാണാൻ പറ്റും. ഈ ഭാഗത്തൊക്കെ തമിഴ്, ഇതിൽ പലതും ഇപ്പോൾ സാധാരണഗതിയിൽ ഈ നരവംശാസ്ത്രജ്ഞന്മാരുടെ പഠനം അനുസരിച്ച് ഒരു 300 കൊല്ലം കഴിഞ്ഞാൽ ഒരു കുടിയേറ്റ സമൂഹം അവിടുത്തെ വലിയ മേജർ സമൂഹത്തിൽ ലയിക്കുമെന്നുള്ളതാണ്. ഇപ്പോൾ നമ്മൾ ഒരു തമിഴ് സമൂഹത്തിലാണ് ഈ ബന്ധഭാഷ വെച്ചാണ് നമ്മളത് തിരിച്ചറിയുന്നത്. ഇപ്പോൾ ഒരു തമിഴ്നാട്ടിൽ നിന്നൊരു സമൂഹം, അവർ അച്ഛനെ വിളിക്കുന്ന അപ്പ എന്നാണ്. പിന്നെ അതേപോലെ നാത്തൂനെ വിളിക്കുന്നത് മദിനി എന്നാണ്. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള ഈ ബന്ധഭാഷ ഒരു 300 കൊല്ലം കഴിയുമ്പോൾ ഈ ബന്ധഭാഷ ഇല്ലാതാവുകയും അത് ഇവിടുത്തെ പൊതുഭാഷയുടെ ഭാഗമായി മാറുകയും ചെയ്യും. അങ്ങനെ മാറിയ സമൂഹത്തിനെയാണ് നമ്മൾ ശബരിമല, പത്തനംതിട്ട ഭാഗങ്ങളിൽ കാണുന്നത്. എന്നാൽ തിരുവനന്തപുരത്തും പാലക്കാട് തിരിച്ചാണ്. കാരണം അത് നിരന്തരം കുടിയേറ്റവും കുടിയിറക്കവും നടന്നുകൊണ്ടിരിക്കുന്ന പ്രദേശമാണ്.
ഈ പത്തനംതിട്ട, ശബരിമല ആ ഭാഗങ്ങളിൽ കുടിയേറ്റമേ ഉണ്ടായിട്ടുള്ളൂ, കുടിയിറക്കങ്ങൾ ഉണ്ടായിട്ടില്ല, പുതിയതായി കുടിയേറുന്നുമില്ല. അതുകൊണ്ട് തന്നെ അതൊക്കെ ലയിച്ച് പഴയ അവരുടെ തമിഴ് ഭാഷകളൊക്കെ മലയാളത്തിൽ ലയിച്ച് മലയാള ബന്ധഭാഷയാണ് ഇപ്പോൾ കൂടുതൽ ആളുകളും ഉപയോഗിക്കുന്നത്. അപ്പോൾ പത്തനംതിട്ടയ്ക്ക് നമുക്ക് മൊത്തത്തിൽ പറയാമെന്നുള്ള ഇടുക്കി, പത്തനംതിട്ട, പിന്നെ കൊല്ലത്തിൻ്റെ വടക്കൻ ഭാഗങ്ങൾ, ഇതെല്ലാം ചേർന്ന് ഒരു പൊതു സംസ്കാരമാണ് നമുക്ക് കാണുന്നത്. അതായത് തമിഴും മലയാളവും കൂടി ലയിച്ചുണ്ടായ ഒരു സങ്കര സംസ്കാരമാണ് കാണുന്നത്. അയ്യപ്പൻ വരെ പിന്നെ ഈ സങ്കര സംസ്കാരത്തിൻ്റെ സൃഷ്ടിയാണ്.